ഹലോ ഗൈസ്, ഇന്ന് പന്തളം കൊട്ടാരത്തിൽ നിന്ന് മകരവിളക്കിനായിട്ട് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്നത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിനാൽ തന്നെ വളരെയധികം തിരക്കായിരുന്നു റോഡിലൊക്കെ. 2 കിലോമീറ്റർ ഇപ്പുറം വെച്ച് തന്നെ പോലീസ് ട്രാഫിക് നിയന്ത്രിക്കുന്നുണ്ട്. വഴിയോരത്തൊക്കെ സംഭാരം നൽകുന്നുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് വളരെയധികം ക്യൂ ആയിരുന്നു. വഴിയോര കച്ചവടങ്ങളൊക്കെ നമുക്കവിടെ കാണാം. ഇന്ന് രാജഭരണമായിരുന്നെങ്കിൽ പന്തളം രാജാവാകേണ്ടിയിരുന്നത് ഇദ്ദേഹമായിരുന്നു. രാജാവും അതേപോലെ പല്ലക്കും ഒക്കെ ഘോഷയാത്രയോടൊപ്പം മുൻപിൽ തന്നെ പോകുന്നുണ്ടായിരുന്നു. 3 പെട്ടികളിലായിട്ടാണ് തിരുവാഭരണം കൊണ്ടുപോകുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം എത്രത്തോളം തിരക്കാണ് അന്നവിടെ അനുഭവപ്പെട്ടതെന്ന്. പല സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് ഭക്തരാണ് ഇവിടെ എത്തിച്ചേർന്നത്. തിരുവാഭരണം പുറപ്പെടുന്ന സമയത്തുടനീളം കൃഷ്ണപ്പരുന്ത് ആകാശത്ത് വട്ടം ചുറ്റി പറക്കുന്നുണ്ടായിരുന്നു. വളരെ മനോഹരമായ ദൃശ്യമായിരുന്നു അത്. ഇത് അച്ചൻകോവിൽ ആറാണ്. ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കാനൊരു തൂക്കുപാലമുണ്ട്. ഒരു സമയം 50 പേർക്ക് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ. ഇവിടെ ഭജനയും നടക്കുന്നുണ്ടായിരുന്നു. പോലീസിൻ്റെയും ആംബുലൻസിൻ്റെയും പന്തളം തിരുവാഭരണ സംരക്ഷണ സമിതിയുടെയൊക്കെ സുരക്ഷയോടുകൂടിയും അതീവ സുരക്ഷയോടു കൂടിയാണ് തിരുവാഭരണം പമ്പയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത് കണ്ടോ, പന്തളം NSS കോളേജാണ്. പിന്നീട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ശാസ്താംകോട്ട ഫിൽറ്റർ ഹൗസിന് ഓപ്പോസിറ്റുള്ള കരിമ്പ് ജ്യൂസ് കടയിൽ നിന്ന് കരിമ്പ് ജ്യൂസ് വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.